കഴിഞ്ഞ വീഡിയോയുടെ ബാക്കി ഭാഗമാണ് കേട്ടോ. ഇതെവിടെയാണെന്ന് കുറച്ച് പേർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടാവും. നമ്മൾ താജ്മഹൽ കാണാനാണ് വന്നത്. ആഗ്ര. നമ്മൾ താമസിക്കുന്നത് മീററ്റാണ്. മീററ്റിൽ നിന്നും അത്യാവശ്യം ദൂരമുണ്ട് ആഗ്രയ്ക്ക് വരാൻ. അങ്ങനെ നമ്മൾ വെളുപ്പിനെ അങ്ങനെ ഇറങ്ങിയതായിരുന്നു. അതിൻ്റെ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. കഴിഞ്ഞൊരു വീഡിയോ ഞാനിവിടെ ആഡ് ചെയ്തേക്കാം ലാസ്റ്റ്. അപ്പം അതും കാണുക. അങ്ങനെ ഈ ഒരു ഫ്രണ്ട് കടന്ന് അങ്ങോട്ട് ചെല്ലുമ്പം ആക്ച്വലി അങ്ങനെ അടുത്തടുത്ത് ചെല്ലുന്തോറും മാത്രമാണ് ഇവിടെ താജ്മഹൽ കാണുക കേട്ടോ. അതതിൻ്റെ ആ ഒരു പണി കഴിപ്പിച്ചതിൻ്റെ പ്രത്യേകതയാണ്. അവിടെ കടന്ന താജ്മഹൽ കാണുമ്പോൾ എന്തോ ഒരു ഫീലിങ്സാണ് കേട്ടോ. ജീവിതത്തിൽ ഒരിക്കലും കാണാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിച്ചൊരു സ്ഥലമേ അല്ല. അങ്ങനെ ലോകാത്ഭുതങ്ങളിൽ ഒന്നായ താജ്മഹൽ കണ്ടു. നല്ല ആളുകളുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ പോയത് സൺഡേ ആയതുകൊണ്ട് തന്നെ നിറയെ ആളുകളുണ്ടായിരുന്നു. എന്നാലും എന്തോ കണ്ടപ്പോൾ ഒരു വല്ലാത്തൊരു എന്തോ ഒരു ഭംഗിയോ ഒരു ഫീലിങ്സോ ഒക്കെ തോന്നിയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്കൊരു ഗൈഡ് ഉണ്ടായിരുന്നു എന്ന് പറയല്ലോ. അങ്ങനെ ഗൈഡ് മാമൻ പറഞ്ഞ കഥപ്രകാരം ഇവിടെ ഷാജഹാൻ്റെയും മുംതാസിൻ്റെയും ഖബർ ഇവിടെയാണ്. പക്ഷേ ആക്ച്വലി മുംതാസിനെ വേറെ എവിടെയോ ആണ് അടക്കിയിരുന്നത്. ആദ്യം മുംതാസാണ് മരിച്ചത്. അപ്പം അതിനുശേഷം അവിടുത്തെ കുറച്ച് മണ്ണോ മറ്റോ കൊണ്ടുവന്നിട്ട് ഇവിടെ വെച്ചിട്ടുള്ളൂ. ഷാജഹാനെയാണ് കറക്റ്റായിട്ടും ഇവിടെ അടക്കം ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഇപ്പോൾ ഫ്രണ്ടിൽ പോകുന്നതാണ് നമ്മുടെ ഗൈഡ്. അങ്ങനെ ഇവിടെ കാണുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ. പച്ചപ്പും ഹരിതാപയും ഒക്കെ ഉണ്ട്. നിറയെ ആളുകൾ ഫോട്ടോയൊക്കെ എടുക്കുന്നുണ്ട്. നടക്കാനാണെങ്കിൽ കുറേ സ്ഥലമുണ്ട്. ഷാജഹാന് 3 ഭാര്യമാരായിരുന്നു. അപ്പോൾ ഓരോരോ കവാടത്തിന് ഓരോ ഭാര്യയുടെ പേരാണ് ഇട്ടേക്കുന്നത്. ഏറ്റവും പ്രിയപ്പെട്ട ഭാര്യയായിരുന്നു മുംതാസ്. പണ്ട് ഭാര്യമാർ ഒരുപാടുള്ളതൊന്നൊരു പ്രശ്നമല്ലല്ലോ. ഇപ്പോഴല്ലേ അതൊക്കെ പ്രശ്നമായത്. അങ്ങനെ ഓരോരോ കവാടത്തിനും ഓരോ ഭാര്യയുടെ പേര്. അങ്ങനെ 3 കവാടവും മറ്റുമാണ് ഇവിടെ ഉള്ളത്. ഇതിന് ശേഷം വേറെ ഇതിൻ്റെ സെയിം മാതൃകയിൽ ഒരെണ്ണം അപ്പുറത്ത് പണി കഴിപ്പിക്കാനുണ്ടായിരുന്നു. അതൊക്കെ സ്ഥലം നമുക്കിപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ കാണാം കേട്ടോ. യമുനയുടെ തീരത്ത് അങ്ങനെ ഷാജഹാൻ കിടന്ന ജയിലും ഒക്കെ ഇവിടെ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അങ്ങനെ ഇതാണ് നമ്മുടെ താജ്മഹൽ. കണ്ടപ്പോൾ ഭംഗിയുണ്ട്. കളറിന് ചെറിയ ഷെയ്ഡ് വ്യത്യാസമൊക്കെ വന്നിട്ടുണ്ട്. പ്യുവർ വൈറ്റ് എന്ന് പറയാൻ പറ്റത്തില്ല. മലിനീകരണം കാരണം ഇതിൻ്റെ കളറൊക്കെ മാറി എന്നൊക്കെ പണ്ടൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലോ. ഈ ഒരു കണിക്കൊന്ന്, എനിക്ക് കണിക്കൊന്ന് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു കേട്ടോ. കണി കാണാൻ നോക്കിയിട്ട് ഒരൊറ്റ കണിക്കൊന്ന് കിട്ടിയില്ല. എല്ലാം കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരൻ ഇങ്ങനെ പൂത്തൊലഞ്ഞ് നിൽപ്പുണ്ട് അവിടെ. അത്യാവശ്യം വെയിലുണ്ടായിരുന്നു, എങ്കിലും കുഴപ്പമില്ല. അങ്ങനെ കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് നിറയെ ഫോട്ടോ എടുത്ത് ആളുകൾ ഈ ഫ്രണ്ടിലും വെള്ളമായിട്ട് നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. നമ്മളവിടെ എല്ലാ പടിക്കെട്ടിൻ്റെ അവിടെ നിന്നായിട്ട് ഒരു ക്യാമറാമാനുണ്ട്. ഒരു ഫോട്ടോയ്ക്ക് 70 രൂപ നിരക്കിലാണ് ഈടാക്കുന്നത്. അങ്ങനെ ആക്കി ആൽബം ആക്കി തരും. പിന്നെ ഇത്ര ഫോട്ടോ നമ്മൾ മിനിമമെങ്കിലും വാങ്ങണം, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ കുറേ പറ്റിക്കൽ പരിപാടികളുണ്ട്. ഫോട്ടോ എടുത്തത് നമുക്കുള്ളൊരു പറ്റിക്കലായിട്ട് തോന്നിയിട്ടുണ്ട്. അവർ കുറേ ഫോട്ടോ എടുത്ത് ആൽബം മാതിരിയാക്കി തന്നു. ആക്ച്വലി അത്രയും ഫോട്ടോയുടെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. അങ്ങനെ അതുകൊണ്ട് അതൊക്കെ ഒന്ന് സൂക്ഷിക്കണം. ഇവർ കുറേയൊക്കെ നമ്മളെ പറ്റിക്കി എടുക്കുകയൊക്കെ ചെയ്യാറുണ്ട്. പൊതുവിലെ ഈ ഇങ്ങോട്ടൊക്കെ വരുമ്പോഴേ അത്ര കണ്ട് സൂക്ഷിച്ച് വരിക. ആളുകളൊന്നും അത്ര കണ്ട് ശരിയാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അതുകൊണ്ട് വരാൻ ആഗ്രഹിക്കുന്നവർ കുറച്ചൊന്ന് കെയർഫുൾ ആവുക. പിന്നെ ഇവിടെ നിറയെ ഇങ്ങനെ വെള്ളവും ഒക്കെയാണ് കേട്ടോ. ഇതാണ് നമ്മൾ കടന്നു വന്ന കോട്ട. പിന്നെ ഇതുപോലെ ഓരോരോ കോട്ടകളുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പണി ചെയ്തിരുന്ന, അതായത് ഈ താജ്മഹൽ നിർമ്മിക്കാൻ വന്നിരുന്ന ജോലിക്കാർ താമസിച്ചിട ഒക്കെ ഇവിടെ കാണുന്നുണ്ട്. നിറയെ ആളുകൾ ഒരുപാട് ദിവസങ്ങൾ കൊണ്ടിട്ടാണ് ഇത് പണിഞ്ഞത്. അങ്ങനെ ഇതാണ് അടുത്ത ഒരു എൻട്രൻസ് ആയിട്ട് വരുന്നൊരു വാതിൽ. ഇത് വേറൊരു ഭാര്യയുടെ പേരാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. ഇതെല്ലാം നിർമ്മിതികളൊക്കെ സൂപ്പറാണ് കേട്ടോ. ഇതിനകത്തിലൊക്കെയും താജ്മഹലിനകത്തിൽ തന്നെ അറബിയിൽ എന്തൊക്കെയോ എഴുതിയിട്ടുണ്ട്. അവരുടെ ഈ വചനങ്ങൾ അതൊക്കെയാണ്. നമുക്കത് വായിക്കാനൊന്നും അറിയില്ലല്ലോ. പിന്നെ കുറേ എന്തോ ചിത്രങ്ങളായിട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. എന്തായാലും അടിപൊളിയാണ് കാണാനൊക്കെ ആയിട്ട്. ലൈഫിൽ എപ്പോഴെങ്കിലും ഒക്കെ കാണുക. കേട്ടിട്ടുണ്ടെങ്കിലും കാണാൻ അവസരം, സത്യം പറഞ്ഞാൽ എൻ്റെ മൈൻഡിൽ അങ്ങനെ ഒരു ചിന്തയുണ്ടായിരുന്നില്ല കാണാൻ സാധിക്കുന്നത്. ഇതാണ് നമ്മുടെ യമുന നദി. ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് അവിടെ കാണുന്നിടത്താണ് ഇതിൻ്റെ വേറൊരു ഒരെണ്ണം ഉണ്ടാക്കാൻ പ്ലാൻ ചെയ്തത്. ഈ റെഡ് കളറിൽ കണ്ട ഒരു കൊട്ട മാതിരിയൊക്കെ കണ്ടുല്ലോ. ഇത് ഫുള്ളും മലിനമാണ് കേട്ടോ. ഫുള്ളും അഴുക്കെന്നൊന്നും പറഞ്ഞ് പോരാ, എന്തൊക്കെയോ ഒഴുകി പോകുന്ന മാതിരി. ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കുമ്പം അങ്ങ് ദൂരെയായിട്ടൊരു വൈറ്റ് കളർ കാണാം. അവിടെയാണ് ഷാജഹാനെ പിടിച്ച് ജയിലിലിട്ടത്. ഗൈഡ് പറഞ്ഞ പ്രകാരം മോൻ ജയിലിലിട്ടുവാണ്. അങ്ങനെ ഇതാണ് അതിൻ്റെ മാർബിൾ, താജ്മഹലിൻ്റെ മാർബിൾ. എന്തോ ഞങ്ങളോട് പറഞ്ഞു, എന്താണെന്ന് ഞാനിപ്പോൾ ഓർക്കുന്നില്ല. കണ്ടോ, പ്യുവർ വൈറ്റ് അല്ല, കുറേയൊക്കെ എന്തോ ഒരു യെല്ലോയിഷ് ആയിട്ടുണ്ട് ഇതിന് കളറ്. അങ്ങനെ അതൊക്കെ കണ്ടു. പിന്നെ ഇതിനൊരു ചെറിയൊരു അഴിമാതിരി, ജനലഴിമാതിരി ഉണ്ടായിരുന്നു. അതിനകത്തിൽ കൂടെ ഇങ്ങനെ ഉള്ളിലേക്ക് ഞങ്ങൾ നോക്കിയിട്ട് ഒന്നും കാണാനില്ലായിരുന്നു, ഫുള്ളി ഇരുട്ടായിരുന്നു. ഇതാണ് അടുത്തൊരു കവാടം.
അങ്ങനെ ഇവിടെ നിന്ന് ഈ പറഞ്ഞു തന്നത് എന്താണ്, ഈ നദീൻ്റെ അക്കരെ ആണ് വേറൊരെണ്ണം പണി കഴിപ്പിക്കാൻ പോയത്. അച്ഛൻ അതായത് ഷാജഹാൻ അത് പണി കഴിപ്പിച്ച് ഇനിയും ഖജനാവ് കാലിയാക്കും എന്നായപ്പോഴത്തേനും മോൻ പിടിച്ച് ജയിലിലിട്ടു എന്നൊക്കെയാണ് ഗൈഡ് നമുക്ക് കഥ പറഞ്ഞു തന്നത്. ഇത് കറക്റ്റാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ. ആർക്കെങ്കിലും ഇതിൻ്റെ കഥ അറിയാമെങ്കിലും ഒന്ന് പറയണം. ഞങ്ങളോട് ഇതാ പറഞ്ഞിട്ട് ഇവിടെ ഇങ്ങനെയായിട്ട് ഇതിൻ്റെ സെയിം മാതൃകയിൽ ഒരെണ്ണം പണിയാൻ തീരുമാനിച്ചിരുന്നു എന്നാണ് പറഞ്ഞത്. പിന്നെ നല്ല ചൂടായിരുന്നു. പിന്നെ അവിടെ കൂളറിൻ്റെ അടുത്ത് നമ്മൾ പോയിരുന്നു കേട്ടോ. കുറേ ആളുകൾ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. നല്ല ചൂടുണ്ട്. അങ്ങനെ ഇവിടെ വന്ന് കുറച്ച് നേരമൊക്കെ ഇരുന്നു, കാറ്റൊക്കെ കൊണ്ട്. പിന്നെ അവിടെ ഇങ്ങനെ തണുത്ത വെള്ളമൊക്കെ കിട്ടും കേട്ടോ. നമുക്ക് അതൊക്കെ വാങ്ങി കുടിച്ച് വീണ്ടും കറങ്ങി തിരിഞ്ഞതിൻ്റെ എൻട്രൻസിൽ വന്നു. ഇതാണ് നമ്മൾ കയറിപ്പോയ ആ ഒരു എൻട്രൻസ് കേട്ടോ. ഇവിടെ നല്ല മരവും തണുപ്പും തണലും ഒക്കെയുണ്ട്. അങ്ങനെ ഇവിടുന്ന് നമ്മൾ നേരെ നമ്മുടെ യാത്ര തിരിച്ചു. ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ പിന്നെ പോയത് എവിടേക്കാണെന്ന് വെച്ചാൽ ആഗ്രയ്ക്ക് പോകുന്നതിന് മുമ്പിട്ടായിട്ടാണ് നമുക്ക് മധുരയുള്ളത്. അങ്ങനെ നമ്മൾ മധുരയ്ക്ക് പോയി, നമ്മുടെ കൃഷ്ണൻ്റെ സ്വന്തം മധുര. അങ്ങനെ അവിടേക്ക് പോയിട്ട് അവിടെ കുറച്ച് ഇടമൊക്കെ കണ്ടു. അതിന് എന്തായാലും ഞാൻ അടുത്ത വീഡിയോ ഉൾപ്പെടുത്താം. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടതെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണാം അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ ബാലൻസുമായി.